ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണ്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം, ഈ ഒരു ദിവസം എന്താണ് ചിന്തിച്ചതെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിലൂടെ നിങ്ങളെക്കുറിച്ച് കടന്നു പോകുന്ന ചിന്തകൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ജനറൽലെസ് വീഡിയോ ആണ്, ടൈംലെസ് വീഡിയോ ആണ്. മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ആർക്ക് വേണമെങ്കിലും കാണാം. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. യെസ്, ഇവിടെ ഇമാജിനേഷൻ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലണമെന്നായിരിക്കാം, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണമെന്നായിരിക്കാം. ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ ചിലപ്പോൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ ഇവരാഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അവരുടെ അടുത്തേക്ക് വരണം എന്നൊക്കെ അവർ ഇമാജിൻ ചെയ്യുകയാണ്, അവർ വിഷ്വലൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവരുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട്. നിങ്ങൾ അവരെക്കുറിച്ച് സദാസമയവും ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏസ് ഡിസിപ്ലിൻ. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് കുറച്ച് ഡിസിപ്ലിൻ കുറവാണ്. കാരണം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി അവർ എപ്പോഴും ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടി തന്നെയാണ് നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്. വളരെ കറക്റ്റായിട്ടുള്ള ഒരു റെസ്പോൺസോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തന്നിട്ടില്ല. ശരിക്കും ഡിസോർഡർ ആയിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ സ്വകാര്യ ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും ഡിസിപ്ലിൻ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യം അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അതൊക്കെ ഇവരുടെ ജോബ്, അതുപോലെ തന്നെ ഫാമിലി, ഇതൊക്കെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. കൂടുതലും ജോബിനെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ബാധിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ അവർ വളരെ കെയർലെസ് ആയിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കണ്ടിട്ടുണ്ടാവുക. ഇവിടെ ജെനിയൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ വേറെന്ത് സാഹചര്യത്തെ ഭയപ്പെടുകയാണ്. അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മറ്റാരെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ അതൊക്കെ റിലേഷൻഷിപ്പ് തകരാൻ കാരണമായിട്ടുണ്ടാകും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ അവർ പറയുന്നതാണ് ഇവർക്ക് കേൾക്കേണ്ടി വരാം. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ഇപ്പോൾ അവർക്കൊരു അവയർനെസ് ഉണ്ടായിട്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ കെയർലെസ് ആയിട്ടും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സ്നേഹമോ പരിഗണനയോ ഒന്നും തരാതെ ചിലപ്പോൾ നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഒരു പക്ഷേ വേറൊരു ലൈഫിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് കൊടുത്തുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷേ ഇവരുടെ ഒരു അവഗണന നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കാര്യം നോക്കി നിങ്ങൾ നിന്നിട്ടുണ്ടാവാം. ഇവിടെ വീണ്ടും പറയുകയാണ് അവരാരെയോ ഭയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അവർക്ക് ആരൊക്കെയോ ഭയം ഉണ്ടെന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ പേടിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾക്കറിയാമായിരുന്നു. നിങ്ങളതുകൊണ്ട് സെൽഫ് എസ്റ്റീം, നിങ്ങൾ വലിയ ആൾ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ മാറി നിന്നു. യെസ്, ദ ഹൈ പ്രീസ്റ്റസ്. കാരണം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതാണ് കാര്യം. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം നിങ്ങളെക്കാളും മുമ്പ് അവരുടെ ലൈഫിൽ വേറെ ആളുണ്ടായിട്ടുണ്ടാവാം. അതൊരു എക്സ് ആയിരിക്കാം. ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. ഇവിടെ ദ മൂൺ എന്ന് പറയുമ്പോൾ ഇവർക്ക് ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ഭയമാണ്. അതുപോലെ തന്നെ വളരെ ആങ്സൈറ്റി ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവോ അങ്ങനെ ചിന്തിക്കുകയാണ്. അതിലുപരിയായിട്ട് മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി, അസൂയ, ബ്ലാക്ക് ഈവിള് അതുണ്ട് ഇതിൻ്റെ കൂടെ. അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ആൾ ഈ ഒരു വ്യക്തിയെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രേയേഴ്സൊക്കെ നടത്തുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഒരു പക്ഷേ കണ്ടേക്കാം.
അതാണ് ദ മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവരുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാവുകയാണ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്തായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദ ഡ്രീമർ എന്ന് പറയുന്ന ഒരു കാർഡ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ഇത് നല്ലതാണെന്നും നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുകയാണ്. പക്ഷേ കൂടെ നിൽക്കുന്ന ആൾക്കാർ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്ന എന്തിനേയും, അതായത് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തിനേയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അവർ പറയാണ്, മുന്നോട്ട് പോകണ്ട, ഇത് അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ല, നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ വലിയൊരു ആപത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്, അവരെ ഭയപ്പെടുത്തുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരാളിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് അവർ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുമുണ്ട് നേരത്തെ. യെസ്. പക്ഷേ ഇപ്പം എന്താ അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓർത്തിട്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ അടുത്തൊരു അട്രാക്ഷൻ ഉണ്ട്, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളൊരു ചിന്തയുണ്ട്. ഇവിടെ ഒരുപാട് ഓർമ്മകളാണ്, നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ വാല്യൂ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. യെസ്. അതുകൊണ്ട് മാറ്റത്തിലൂടെ കടന്നു പോകുന്നു. എനർജി ഇല്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, വേദനിക്കുന്ന ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരാകെ വിഷമിച്ച്, കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡയമണ്ട് അല്ലെങ്കിൽ വില പിടിച്ച ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം നഷ്ടമായി എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഒരു മരിച്ച അവസ്ഥയിലാണ് ഉള്ളത്, അവർക്ക് ആകെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ടെൻ ഓഫ് സ്വേർഡ് എന്ന് പറയുന്നൊരു കാർഡ് ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്നുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കുറച്ച് കാലങ്ങളായിട്ട് ഇവരിൽ നടക്കുന്നുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ അവസാനം അവർക്കൊരു അവയർനെസ് ഉണ്ടാവുകയാണ്, ഈ ഒരു റിലേഷൻഷിപ്പ് റീബർത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. യെസ്. അതിന് നിങ്ങൾ പരസ്പരം അറിയേണ്ടതുണ്ട്. രണ്ടുപേർക്കും രണ്ടുപേരെ അറിയില്ല, മനസ്സിലാക്കിയിട്ടില്ല. അവർ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങൾ അവർ എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. രണ്ടുപേർക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട്, പക്ഷെ മറ്റൊരാളുടെ വാക്കുകൾ ഇവർ കേൾക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് ഈഗോ ഉണ്ടായിരിക്കും. നിങ്ങൾ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നിങ്ങളും വേണ്ട ശരി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതെ, നിങ്ങളത് അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം നിങ്ങൾ വേണ്ട, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ കുറച്ച് അഭിമാനം കൊള്ളുന്ന ആളാണ്, ഞാനൊരു അഭിമാനിയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ മാറി നിൽക്കുന്നത്. കാരണം ആ ഒരു അവസ്ഥ ആർക്കും അത്ര സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യെസ്, സോൾ കോൺട്രാക്റ്റ്. പക്ഷേ ഈ ഒരു വ്യക്തി ജീവിതത്തിൽ വരിക എന്നുള്ളത് നിമിത്തമായിരുന്നു, അല്ലെങ്കിൽ ഒരു സോൾ കോൺട്രാക്റ്റ് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോൾമേറ്റ് ആയിരിക്കാം, ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, എന്തൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് അവർക്ക് നിങ്ങളുമായിട്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വന്നു വിട്ടിട്ടുള്ളത്. ചിലപ്പോൾ ഏറെ പഠിച്ചിട്ടുണ്ടായിരിക്കാം, എങ്ങനെയാണ് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഒരാളിൽ നിന്ന് എങ്ങനെ ഡിറ്റാച്ച്ഡ് ആവാം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസ് തന്നിട്ടുണ്ടായിരിക്കാം. വഴികാട്ടിയായിട്ട് ഒരു മെൻറ്റർ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്, ഒരു സോൾ കോൺട്രാക്റ്റ് ഈ വ്യക്തിയുമായിട്ടുണ്ടെന്നുള്ളത്. അതുമാത്രമല്ല, ഇടയ്ക്കിടെ നിങ്ങൾ തമ്മിൽ നല്ല വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണന തരുന്നില്ല, നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു, നിങ്ങളെ ഫോൺ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല, വേറെ ആരുടെ അടുത്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിഷയങ്ങളായിട്ടുണ്ടാവാം. യെസ്, ഇവിടെ ട്വിൻ ഫ്ലെയിം റെക്കഗ്നൈസേഷൻ, അതായത് ട്വിൻ ഫ്ലെയിം ആണെന്നുള്ളത് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ഇവർ തമ്മിലൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട്, ഈ ഒരു വ്യക്തി എൻ്റെ ട്വിൻ ഫ്ലെയിം ആണ്, എൻ്റെ സോൾമേറ്റ് ആണ്, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ഇത് കാണുന്ന ചില പേർക്കെങ്കിലും ഒരു മാരേജ് പോസിബിൾ ആണെന്നുള്ളത് ഡിവൈൻ പറയാണ്. മാനിഫെസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതായത് ആ ഒരു വ്യക്തി നിങ്ങളെ വിവാഹം ചെയ്യുന്നതായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയ്ക്കും ഇതിനിടയിൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വന്നാൽ തന്നെ ക്യാൻസൽ ഇല്ല, അങ്ങനെയല്ല ഞാൻ കാണുന്നത്. തിരിച്ച് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നടക്കുന്നതായിട്ട് മാത്രം നിങ്ങൾ വിചാരിക്കുക.
നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അന്നേരം അതിനെ ക്യാൻസൽ ചെയ്ത് വിട്ടിട്ട് വീണ്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇവിടെ ഡിവൈൻ പറയാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ദയവായി നിങ്ങൾ പുറത്ത് നിർത്തുക. നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അവർ നിങ്ങളുടെ ജീവിതത്തെ തകർക്കും. പല കാര്യങ്ങളും പറഞ്ഞു തന്ന് നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിനെ തടസ്സമുണ്ടാക്കും. ഇനി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് മാരേജ്, റീയൂണിയൻ, കമ്മിറ്റ്മെൻറ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും, നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള എന്തും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധിക്കുക. എന്താണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ എനിക്ക് തോന്നുന്നത് ഡിവൈൻ പറയാണ്, യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ് മാനിഫെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്കത് കിട്ടുമെന്നുള്ളത്. നിങ്ങൾക്ക് മാരേജ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പോസിബിൾ ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യൂണിവേഴ്സ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു പേഴ്സൻ്റെ നെയിം എന്ന് പറയുന്നത് സി എന്നാണ് കിട്ടിയിരിക്കുന്നത്. TYDKWGAU ബാംഗ്ലൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, ഇടുക്കി, ഔട്ട് ഓഫ് സ്റ്റേറ്റ്, പാലക്കാട്, തൃശ്ശൂർ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത്. ഇവിടെ നമുക്ക് കാപ്രിക്കോൺ എന്ന് കിട്ടിയിരിക്കുന്നു. ടോറസ്, ഏരീസ്, സ്മോൾ ഐസ്, ചെറിയ കണ്ണുകളായിരിക്കാം. വൈറ്റ് യൂണിഫോം, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നഴ്സസ്, ഡോക്ടേഴ്സ്. ബിഗ് ഐസ്, ഷോർട്ട് ഹെയർ, വളരെ കുറച്ച് മുടി ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കാം. റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. ലോങ് ഫേസ്, 19, 32 ഏജ് ആയിരിക്കാം. 34, 50, 27, 35, 39, 36, 21, 6. ബർത്ത് ഡേറ്റ് ആവാം. 20, 43 ഏജ് ആയിരിക്കാം. 10 ബർത്ത് ഡേറ്റ് ആണ്. 46, 37, 444 കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആയിരിക്കാം. 777 ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ഒരു യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനുള്ളത്. യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്, സന്ദേശം എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ക്വയറ്റ് ടൈം, ക്വയറ്റ് ടൈം എലോൺ ടു റെസ്റ്റ്. കുറച്ച് സമയം നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് വേണ്ടി തന്നെ സമയം ചിലവഴിക്കുക. മെഡിറ്റേഷൻ കൊടുക്കുക. ആൻഡ് കണ്ടംപ്ലേറ്റ്, നമ്മൾ ചിന്തിക്കുക, വിചിന്തനം ചെയ്യുക. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ സമയം കൊടുത്ത് ആനന്ദിക്കുക, സന്തോഷിക്കുക, സ്വയം സന്തോഷിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സ്വയം സന്തോഷത്തെ കളയേണ്ട കാര്യമില്ല. പകരം നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ സന്തോഷിക്കുക. ഇവിടെ ഏഞ്ചൽ മെസ്സേജസ് ആയിട്ട് യു ആർ റെഡി, നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. നിങ്ങൾക്കത് കിട്ടണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അത് നൽകുമ്പോൾ നിങ്ങൾ റെഡി ആയിരിക്കുമോ? ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്കത് കിട്ടുമെന്നുള്ളത്? ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾക്കത് വേണോ എന്നാണ് ഡിവൈൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏഞ്ചൽ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക. കോംപ്രമൈസ്. ഇനി ക്ഷമിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുക. ആ വ്യക്തി നിങ്ങളുമായിട്ട് കോംപ്രമൈസിലേക്ക് വരുന്നതാണ് എന്നുള്ളത്. അതിന് ആദ്യം നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. ആ വ്യക്തി തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ അവരോട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ തെറ്റുകൾ ക്ഷമിക്കുക തന്നെ വേണം. പക്ഷേ നിങ്ങൾ ആ ഒരു വ്യക്തി അത്രയും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ക്ഷമിക്കുക എന്നുള്ളത് പറയുന്നത്
നിങ്ങളിലെ ബ്ലോക്കേജസ് മാറ്റാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൽ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.